ഞാൻ ഇൻഫാക്റ്റ് സെമിനറി ജീവിതത്തിന് മുമ്പ് ഞാൻ പറയേണ്ടത് എങ്ങനെയാണ് ഞങ്ങൾ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് വന്നതെന്നുള്ളതാണ് അതറിയേണ്ടത്. ഞങ്ങൾ ബൈ ബർത്ത് ഐ വാസ് ബോൺ ഇൻ എ ഹിന്ദു ഫാമിലി. പിന്നെ അപ്പൻ്റെ ഭാഗത്തു നിന്നായാലും അവർ ഹിന്ദു കുടുംബമാണ്, അമ്മയുടെ ഭാഗത്തു നിന്നാണ് ഹിന്ദു കുടുംബമാണ്. സോ അതുകൊണ്ട് ഞങ്ങൾ ഒരു 6ാം ക്ലാസ് വരെ ഞങ്ങൾ എല്ലാം ജീവിച്ചതും ഞങ്ങളുടെ വർഷിപ്പും ഞങ്ങളുടെ എല്ലാം ഹിന്ദു ടെമ്പിൾ ആചാരങ്ങൾ കാര്യങ്ങൾ. പിന്നെ എന്ത് വന്നെന്ന് പറഞ്ഞാൽ അതൊരു ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ അവിടെ വന്നു. നമുക്കറിയാം ആ സമയങ്ങളാണ് നമ്മുടെ പടന്താലുമൂട് ഞാൻ എൻ്റെ ഇതിലുള്ള നമ്മുടെ ഇടവക പള്ളി അവിടെ ഉള്ളത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതെന്താണെന്നകത്ത് ഞങ്ങൾ കയറിയിട്ടില്ല. അവിടെയൊക്കെ പോകുമ്പോഴൊക്കെ ഞങ്ങൾ കാണും. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു വേറൊരു ലത്തീൻ പള്ളിയുണ്ട്, അവിടെയും ആൾക്കാരൊക്കെ പോകുന്നത്. പക്ഷേ ഞങ്ങളെല്ലാം പോകുന്നതെല്ലാം ഹിന്ദു എവിടെയൊക്കെ കുടുംബം പോയിട്ട്. ഒരു നാൾ വീട്ടിൽ ഞാൻ പറഞ്ഞത് ഒത്തിരി പ്രശ്നങ്ങളുള്ള ഫാമിലിയായിരുന്നു. അപ്പന് കുടിക്കും. ഒരു ദിവസം അമ്മയ്ക്ക് അതെല്ലാം സഹിക്കാൻ പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ അമ്മ അധ്വാനിച്ചു കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളെല്ലാം അപ്പന് കുറച്ച് ദൂരെയൊക്കെ എടുത്ത് കളഞ്ഞു. അതെല്ലാം അമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. അന്ന് അമ്മയ്ക്ക് അത് ഇറ്റ് ഈസ് ഇനഫ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോയി. മക്കളെ കൂട്ടിയില്ല, ഞങ്ങളൊന്നും കൂട്ടിയില്ല. ഞങ്ങൾ ഒരു മാസം അപ്പനാണ് ഞങ്ങളെ നോക്കിയത്, അമ്മയില്ല. അപ്പം ഞങ്ങൾക്ക് പിന്നെയാണ് അറിവ് കിട്ടിയത് അമ്മച്ചിയുടെ വീട്ടിൽ അമ്മയുടെ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിലാണ് പുള്ളിക്കാരത്തി പോയതെന്ന് പറഞ്ഞുകൊണ്ടുള്ളൂ. പക്ഷേ പുള്ളിക്കാരത്തി ഒരു മാസം ഒരു കോണ്ടാക്റ്റ് ഇല്ലാതെ പോകുമായിരുന്നു. അപ്പം ഞങ്ങളെ നന്നായിട്ട് നോക്കി. ആ ദിവസങ്ങളിലെല്ലാം ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തരികയും എല്ലാം തന്നെ ഉണ്ടാക്കി. അവിടെയാണ് അമ്മയ്ക്കൊരു കൺവേർഷൻ വരുന്നത്. അവിടെ അമ്മച്ചിയുടെ വീട്ടിൽ അവിടെ പോയപ്പോൾ അമ്മച്ചിയുടെ ആ വീട്ടിൽ അടുത്തുള്ളവരും ബന്ധുക്കളുമെല്ലാം പള്ളിയിൽ പോകുന്നവരാണ്, ഒരു ക്രിസ്ത്യൻസാണ്. അമ്മ അവിടെ നിന്ന് തന്നെ അവരുടെ കൂടെ പള്ളിയിൽ പോകാൻ തുടങ്ങി, കുരിശടി പോകാൻ തുടങ്ങി, കുറച്ച് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അമ്മയ്ക്ക് എന്തോ മനസ്സിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു. പോയതുപോലെ ഉള്ള ഒരു ആളല്ല തിരിച്ചു വന്നത്. തിരിച്ച് ഒരു മാസം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നില്ല. വീട്ടിൻ്റെ കുറച്ച് ഒരു 200 മീറ്ററിൻ്റെ അപ്പുറത്താണ് ഞങ്ങളുടെ ഗ്രാൻഡ് മദറിൻ്റെ വീട്, അമ്മയുടെ വീട്. അമ്മ പോയത് അമ്മയുടെ പാട്ടിയുടെ വീടാണ്. അവിടെ താമസിച്ചും കൊണ്ട് അമ്മ രാവിലെ അടുത്ത് OMMI സിസ്റ്റേഴ്സ് ഉണ്ട്. OMMI സിസ്റ്റേഴ്സ് അവരുടെ കോൺവെൻറ്റ് ഞങ്ങളുടെ വീട്ടിനും ഞങ്ങളുടെ അമ്മച്ചിയുടെ വീട്ടിൻ്റെയും ഇടയ്ക്കുള്ളതാണ്. അമ്മ ആ സിസ്റ്റേഴ്സിൻ്റെ കൂടെ രാവിലെ പടന്താലുമൂട് പള്ളി വരും. ഞങ്ങളുടെ വീട് ക്രോസ് ചെയ്താണ് പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ ഇതൊരു കാഴ്ച കാണുന്നുണ്ടായിരുന്നു. അമ്മ രാവിലെ പതിവില്ലാതെ ഈ സിസ്റ്റേഴ്സിൻ്റെ കൂടെ പള്ളിയിൽ പോകുന്നത് ഞങ്ങൾ കാണും. എല്ലാ ദിവസവും രാവിലെ 6 മണിയാവുമ്പോൾ അമ്മ പള്ളിയിൽ പോകുന്നു. പള്ളിയിൽ പോയിട്ട് തിരിച്ച് ഞങ്ങളെ കാണുമ്പോൾ കൈയൊക്കെ കാണിക്കും. ഞങ്ങൾ സന്തോഷത്തോടെ അടുത്ത് പോയൊക്കെ സംസാരിക്കും. വീട്ടിൽ വരില്ല. അങ്ങനെ ഒരു 1-2 മാസം അമ്മ അവിടെ നിന്ന് പള്ളിയിൽ പോകുന്നു, തിരിച്ചു വരുന്നു. ഞങ്ങളുടെ കുറച്ച് ബന്ധമായി. പിന്നെ ഒരു ദിവസം സുപ്രഭാതത്തിൽ വീട്ടിൽ വന്ന ആ ദിവസം മുതൽ ഞങ്ങളെയും പള്ളിക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. രാവിലെ ഞങ്ങൾക്ക് എന്നാന്നൊന്നും അറിയില്ല. പോവും, അവിടെ പോയി നോക്കി. ഞങ്ങളിപ്പോൾ 6ാം ക്ലാസ്സിലെന്തോ ഞാൻ പഠിക്കുന്നത്. പോയി ഞങ്ങളെല്ലാവരും അവിടെ പോയി നിൽക്കും, തിരിച്ചു വരും. അവിടെ ആരും പള്ളിയിലുള്ളവർക്ക് ആർക്കും ഞങ്ങളറിയില്ല. വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥന എന്നാ പ്രാർത്ഥിക്കുന്നതെന്നറിയില്ല. ഇപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾക്ക് അമ്മ വന്ന് പ്രാർത്ഥിച്ചത് നന്മ നിറഞ്ഞ മരിയമേ സ്വസ്തി എന്നുള്ളൊരു പ്രാർത്ഥനയാണെന്ന്. പിന്നെ ഞങ്ങൾ പിള്ളേരായിട്ട് പ്രാർത്ഥന പഠിച്ച പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. കാര്യം അമ്മയ്ക്ക് എഴുതാനും വായിക്കാനും ഒന്നും അറിയാത്തത് കൊണ്ട് ഒരു സൗണ്ട് മാത്രം അവിടെ നിന്ന് വരുമായിരുന്നു. പക്ഷേ വൈകുന്നേര സമയത്ത് ഞങ്ങളെല്ലാം മുട്ടുകുത്തി അവിടെ നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറയും. അവിടെ നിന്നാണ് ഞങ്ങളുടെ ലൈഫ് വിശ്വാസത്തിൻ്റെ ഇത് തുടങ്ങുന്നത്. അവിടെ നിന്നാണ്. പിന്നെ ഞങ്ങൾക്ക് എന്നാ കിട്ടിയെന്ന് പറയും, ഒരു നിധി കിട്ടിയതുപോലെയാണ് പള്ളിയിൽ വരാൻ തുടങ്ങിയ. പിന്നെ അതുവരെ ഞങ്ങൾ സ്കാറ്റേഡാണ്. ഫെയ്ത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഞങ്ങളുടെ ആചാരങ്ങളെക്കുറിച്ചോ വലിയ ഒരു ആഴമായിട്ടുള്ള അറിവോ അനുഭവമോ ഒന്നുമില്ല. അപ്പം കൊണ്ടുപോകുന്നു, വരുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്ന പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്നത് ഈ കമ്മ്യൂണിറ്റി ഞങ്ങളെ സ്വീകരിക്കുന്നു, ഈശോയെക്കുറിച്ച് പറഞ്ഞു തരുന്നു. പിന്നെ കുറേശ്ശെ എന്നെ കൊയറിൻ്റെ ഇതിൽ കയറ്റുന്നു, കാറ്റഗിസത്തിൽ കയറ്റുന്നു. അവിടുത്തെ ഒരു ബോയ്സ് ഹോമുണ്ട്, അവിടെ വരുന്നു. അപ്പം ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് എനിക്ക്. അപ്പോൾ
ഒരു 1-1.5 കൊല്ലം ഞങ്ങൾ പള്ളി വരാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വളരെ സജീവമായിട്ട് ഇടവക ലൈഫിൽ കുറച്ചുകൂടെ ആയി. അപ്പോൾ അടുത്തുള്ളവർക്ക് എല്ലാവർക്കും കുറച്ച് മനസ്സിലായി ഞങ്ങൾ മതം മാറിയിട്ടുണ്ട്, ഞങ്ങളിപ്പോൾ ചർച്ചിൽ പോകാൻ തുടങ്ങി എന്നുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് ഒരിടത്തുനിന്നും ഒരു ഉദരങ്ങളോ അല്ലെങ്കിൽ തടസ്സങ്ങളോ ഒന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അന്നത്തെ വികാരിയച്ഛനായിരുന്ന ആൻ്റണി ഇളച്ചങ്കളം അച്ഛൻ, ചങ്ങനാശ്ശേരി രൂപതയിൽ എന്നാണ് ഇരുന്നത്. അച്ഛന് ഞങ്ങളോടെല്ലാം ഭയങ്കര കാര്യമാണ്, വീട്ടിലൊക്കെ വരും. അപ്പോൾ അതാണ് ഞാൻ കൂടുതലും അനുഭവിച്ചത്. അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ദൈവജനങ്ങളുടെയും ആ വലിയ പ്രത്യേകമായിട്ടുള്ളൊരു പരിഗണന. ഞങ്ങൾ ക്രിസ്ത്യൻ ആയ ഉടനെ ഞങ്ങളെ വരുന്നു, സംസാരിക്കുന്നു, ഞങ്ങളെക്കുറിച്ച് കേൾക്കുന്നു, ഞങ്ങൾ പഠിത്തത്തിനെ കുറിച്ചൊക്കെ അറിയുന്നു. ഇതെല്ലാം പുതിയതാണ് ഞങ്ങൾക്ക്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് മാമോദീസ സ്വീകരിക്കാൻ നിങ്ങൾ റെഡിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ വീട്ടിൽ അമ്മയാണ് എല്ലാ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അമ്മ പറഞ്ഞു, ഞാനും മക്കളൊക്കെ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള പഠനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 1979 ഡിസംബറിൽ 25-ാം തീയതിയാണ് ഡേറ്റ് വെച്ചത് ഞങ്ങളുടെ ബാപ്റ്റിസം തരാൻ വേണ്ടിയിട്ട്. അന്ന് രാത്രിക്കുള്ള കുർബാനയ്ക്കാണ്, വിജിൽ കുർബാനയ്ക്ക് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് ഒരുങ്ങി ആ കൂട്ടത്തിൻ്റെ അകത്ത് നിന്നു. എല്ലാം കുർബാന തുടങ്ങുന്നതിന് മുമ്പ് അച്ഛൻ ഞങ്ങളെല്ലാം നിർത്തിയിട്ട് പറഞ്ഞു, അപ്പനെവിടെയെന്ന് ചോദിച്ചു. അപ്പം വന്നില്ല. അപ്പനെ കൊണ്ടുവരണം, എന്നാലേ തരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മേനോട് പറഞ്ഞു, അപ്പനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ കുർബാന തുടങ്ങുന്ന സമയമാണ്. ഞാൻ എന്നാ ചെയ്തു, അപ്പനെ വിളിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോയി. ആ സമയത്ത് കുർബാന തുടങ്ങി. ഇവർക്ക് അച്ഛൻ മാമോദീസ കൊടുത്ത് കുർബാന പകുതിയായി. ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് മാമോദീസ കിട്ടിയില്ല. ഞാൻ കരഞ്ഞു അവിടെ അന്ന് രാത്രി. അപ്പോൾ എന്നെ നോക്കിക്കൊണ്ടിരുന്ന, ഞാൻ പാട്ട് ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നു, ആ സിസ്റ്റർ എന്നെ ഒന്ന് സമാധാനപ്പെടുത്തി എന്നോട് പറഞ്ഞു, രാജേന്ദ്രന് ഞങ്ങൾ പാട്ടു കുർബാനയോടെ ആഘോഷമായിട്ടുള്ള ഒരു മാമോദീസ ഞങ്ങൾ തരാം, അച്ഛനോട് ഞാൻ വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പാട്ടു കുർബാനയോടെ വന്നൊരു സന്തോഷമായി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാനൊരു മെയിൽ കുറച്ച് 2-3 മാസം. അപ്പോൾ അന്ന് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അപ്പൻ കൂടെ വന്നായിരുന്നു? അപ്പം കൂടെ വന്നു. അപ്പം ഉറങ്ങിക്കിടക്കുമായിരുന്നു. അങ്ങനെ കൂടെ വന്നപ്പോൾ ഇവിടെ എല്ലാം കഴിഞ്ഞു പോയി. അപ്പം അപ്പനും ഇതിനോടൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്ക് ഫ്രണ്ട്സിനെയും ബന്ധുക്കളെയെല്ലാം ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം അന്ന് വരാത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് 80-ലാണ് സെപ്റ്റംബർ മെയ് ഓർ സംതിങ് ആണ് ഞാൻ മാമോദീസ സ്വീകരിക്കുന്നതും. അങ്ങനെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് മെമ്പറായിട്ട് ഞാൻ വരുന്നതും.